ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈബ് സോൺ. നമ്മുടെ റോഡ് ട്രിപ്പിന്റെ രണ്ടാമത്തെ വ്ളോഗാണിത്. ഇപ്പൊ നമ്മൾ ഗോവയിൽ നിന്ന് നേരെ മഹാരാഷ്ട്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലം കാണിച്ചു കൊടുക്കും. അധികം തിരക്കില്ലാത്ത റോഡ്, സൈഡിലെല്ലാം ഇങ്ങനെ ഒരു വേറെ തന്നെ ഒരു ആംബിയൻസ്. അശ്വിന എന്താ പറയാനുള്ളത്? നൈസല്ലേ? അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി 11.5 മണിക്കൂർ കൂടിയുണ്ട്. ടോട്ടൽ 658 കിലോമീറ്റേഴ്സ് ടു എല്ലോറ കേവ്സ്. അങ്ങനെ നമ്മൾ പോയി ഇങ്ങനെ ഇടയ്ക്കൊരു ഫോർച്യൂണറെല്ലാം വരും. ചവിട്ടി കൊടുക്കുക. കരിമ്പ് കൊണ്ടുവന്നാടാ മറ്റേ ശുഷ്കാന്തി ഉണ്ടാ ഷുഗർ മില്ലുണ്ടായിരുന്നേ, പഞ്ചസാര ഉണ്ടാക്കുന്ന മില്ല്. അപ്പൊ അങ്ങോട്ട് ഷുഗർ കെയിൻ ഇങ്ങനെ കൊണ്ടുപോകാം. പഞ്ചസാര ഉണ്ടാക്കുന്ന മില്ലാന്ന് തോന്നുന്നു, ഷുഗർ മില്ലെന്ന് എഴുതിയില്ലേ. എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാനെന്താ പറയുന്നത്. ഇവരെല്ലാം ചിലപ്പം മഹാരാഷ്ട്ര വന്ന ടീമിലാണെങ്കിലേ നീ എന്ത് പണ്ടായി പറയുന്നത്, തെറ്റാണ്, ക്ഷമിക്കുക കേട്ടാ. ഫോർച്യൂണർ പിന്നെ ലുക്ക് മാറ്റി യു ഡിസപ്പോയിന്റഡ് മീ എന്നെല്ലാം മറ്റേ മെസ്സേജ് ആണ്. വാട്ട് കളർ ഈസ് യുവർ ബുഗാട്ടി? പഴയ ലുക്കായിരുന്നു നൈസ്. പഴയ ലുക്ക് മാറ്റാൻ കാരണം ഉണ്ടായിരുന്നു, അതിന്റെ ഗ്രില്ലിന് മൊത്തം പെയിന്റ് ഒക്കെ പോയിട്ട് ഭയങ്കര അലമ്പായിരുന്നു. ഞാൻ വ്ളോഗിൽ വെച്ച ഫോട്ടോ അത്യാവശ്യം നൈസാണ് കാണാൻ, പക്ഷെ അതിന്റെ ഗ്രില്ലും പരിപാടിയൊക്കെ പോയി. ഹെഡ്ലൈറ്റിന്റെ ബൾബും എല്ലാ പരിപാടി പഴയ ഹെഡ്ലൈറ്റ് ആയിരുന്നു, അതൊക്കെ പോയിട്ടുണ്ടായത്. അതുകൊണ്ടാണ് പുതിയതിലേക്ക് മാറ്റിയത്. റിയൽ ഈസ് നോട്ട് റിയൽ, അങ്ങനല്ലേ? അതുകൊണ്ട് ഇത് കൊണ്ടു നടക്കണ്ടേ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലുക്കിന് ഞാൻ ചെയ്തു. അത്യാവശ്യം അടിപൊളിയായിട്ട് ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട്. മഹാരാഷ്ട്രയിലെ ടൗണിലൂടെ ഒരു യാത്ര, ട്രാഫിക് ജാമിന്റെ ഇടയിലൂടെ ഒരു യാത്ര. ഇടയ്ക്കിടയ്ക്ക് കരിമ്പ് പോകുന്നുണ്ട്. നല്ല പറ്റിയൊരു ലോറി സൈഡിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കരിമ്പ് എടുക്കുമല്ലോ. മികച്ച അതിൽ കയറുന്നില്ല, ആട് കുറവാണ്. അതിങ്ങനെ ടൗണിലൂടെ മോനെ ഹെവി ട്രാഫിക് ഒന്നും പറയണ്ട. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ ബ്രോ? ഇത് നല്ല കിടിലൻ റോഡാണ്. പെട്ടെന്ന് ഇത് കിടിലൻ. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പുറത്തുള്ള രാജ്യങ്ങളിലെല്ലാം ഇന്റർനാഷണൽ ലൈസൻസ് ആണ് കൊടുക്കേണ്ടത്. പിന്നെ ഇപ്പൊ നേരെ തിരിച്ചായില്ലത്. വേറെ കാര്യമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ഇങ്ങനെ വല്ലാണ്ട് നോക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ലൈറ്റിലുണ്ടാവും, ഇടയ്ക്ക് പോലീസിന്റെ ലൈറ്റില്ല പോലും. ആൾക്കാർ നോക്കുമ്പോ ഓ വലിയ ഏതോ ടീമാണ്, കേരളത്തിൽ നിന്ന് വന്ന പോലീസാ. അതുകൊണ്ട് നല്ല ഉറക്കമാണ്, ഹെവി ഉറക്കം. പല ആ ഹോണും കൂടെ ആക്കണ്ടോടാ. അപ്പൊ കറക്റ്റായി. ഇത് നിപ്പാണിയിലാണ് കൈസ് എത്തിയിട്ടുള്ളത്. നമുക്ക് ഇനിയും 10 മണിക്കൂറുണ്ട്. 10 മുക്കാൽ മണിക്കൂറുണ്ട് ബ്രോ. പിള്ളമാരവിടെ കരിമ്പെടുത്ത് നിൽക്കുന്നു. ആക്ച്വലി ഒന്ന് പോയി എടുത്താലോ? തല്ലു അവര് കരിമ്പ് കൊണ്ട് തന്നെ തല്ലു കിട്ടോ. എന്താ രസം കരിമ്പ് വേണ്ട. എന്താണ് സാഹചര്യം? നാട്ടുകാർ തല്ലോ നോക്കാം. നമുക്ക് ആക്ച്വലി ഒരു ഫ്രഷ് കരിമ്പ് കഴിക്കണം താല്പര്യം. അവിടെ ഇതുണ്ടോ? അവിടെ ഒന്ന് കുറച്ചേരം കൈ പിടിച്ചോണ്ട് നിൽക്കാം. കറിക്കോ ഒരു ചട്ട വിടല്. കരിമ്പ് കിട്ടി നമുക്ക്, ഫ്രഷ് കരിമ്പ്. ഒരു വണ്ടി നമ്മൾ കുറുകെ വെക്കും. അതെ, കരിമ്പ് വിടറാ, ജ്യൂസ് അടിച്ച് കുടിച്ചാച്ച്. കരിമ്പ് കിട്ടി, എണീറ്റു, ഹാപ്പി ആയി. ഇവനേതാ കരിമ്പ് ഫാക്ടറി ഒരു മിന്നായം പോലെ കരിമ്പ് നോക്കിയതാ. ഓക്കെ, എന്റെ മോൻ എവിടെയാണ് പഞ്ചസാര ഉണ്ടാക്കുന്നത് കേട്ടാ. ഓരോ നാട്ടിലൊരു മാർത്ത ആ ഒരു ഒതന്റിക് സാധനം കാണാം. നല്ല മാറ്റം, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ആംബിയൻസ് ഓക്കെയാണ്. റൈറ്റ് സൈഡിൽ നിന്നാ വെള്ളച്ചട്ടാ അതുകൊണ്ട് കരിമ്പ്. വേറെ തന്നെ ഒരു ടെറൈൻ ആയിട്ടുണ്ട് ഇപ്പൊ. അതെ, കർണാടകയിലേക്ക് വീണ്ടും വന്നു നമ്മൾ. അതായത് മഹാരാഷ്ട്രയിൽ നിന്ന് നമ്മളിങ്ങനെ പോയി പിന്നെ മുകളിലേക്ക് കയറുക എല്ലോറ കേസിലേക്ക്. അപ്പോൾ ഇത് കർണാടകയാണ് ബേസിക്കലി. എല്ലാം വണ്ടിയാണെന്നുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ നോക്കിയാൽ അപ്പോഴേക്ക് ഇത് തന്നെ മാപ്പ് നോക്കി അപ്പോഴേക്ക് കർണാടകയാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മഹാരാഷ്ട്ര. അങ്ങനെ ഒരു യാത്രയിലാണിപ്പം. എനിക്ക് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മണിക്കൂർ കൂടി യാത്രയുണ്ട്. പൊളിക്കും അത്. നമ്മൾ പോകുന്ന വഴിക്ക് ഒന്ന് ചവിട്ടി ചെറിയ ചായയൊക്കെ കുടിച്ചിട്ട് പോവാം അല്ലേ. പെട്ടെന്ന് ഒരു കാര്യമൊന്നുമില്ല, നമുക്ക് 5-6 മണിയാകുമ്പോൾ എത്തിയാൽ മതി. നല്ല ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പേരൊക്കെയെല്ലാം ഉണ്ട്. പേരൊക്കെ വേണം. പേരക്ക മേടിച്ചാൽ മുറിക്കാൻ പറ്റുള്ളൂ. പേരൊക്കെ ഉണ്ട്, നെല്ലിക്ക ഉണ്ട്. എടാ എന്തിനാണ് മുറിക്കുന്നത്? കടിച്ചങ്ങ് നിന്നാ പോരെ. ഓ ഇവര് മറ്റേ ഇതെന്നാ സാധനം? ഞാനൊരു കരിക്ക് ഓർഡർ ചെയ്തു, ഇവനൊരു ചായ ഓർഡർ ചെയ്തു. എന്നാലത് മരുന്ന് പിടിക്കുന്ന പോലെ
ഒറ്റ ഒന്ന് വീതം 3 നേരം കഴിയും. പിന്നെ ഒരു 5 ചായ കുടിക്കേണ്ടി വരും. ഔൺസ് എന്നിട്ട് ഒരു 5 ചായ എല്ലാം കൂടി ഒരു ഗ്ലാസ് ആക്കി തരുമോ? അങ്ങേട്ടൻ പറയുന്നത് എനിക്ക് കടക്കാടേണ്ട ആവശ്യമില്ല, ഞാൻ ഒറ്റക്ക് വെട്ടിക്കാനോ. ഓ എടാ നമുക്കൊരു കരിക്കോര തുടങ്ങിയാലോ? അതിലേട്ടൻ മെയിൻ. മറ്റേ അടുത്ത പിന്നെ ഗൈസ് വേറെ സംഭവം ഞാൻ കണ്ടുപിടിച്ചെന്താ വെച്ചാൽ ഇതാ കരിമ്പ് തോട്ടം, ഫ്രഷ് കരിമ്പ്. ശരിയാ അച്ഛനെ പറ്റിച്ചു. അച്ഛൻ കമ്പയർ ചെയ്യും. ഓ എൻ്റെ മോനെ ഇത് 10 രൂപയായി വാങ്ങിച്ചു. ഇപ്പൊ പറയാറാ മണ്ടൻ എന്ത് വിടാ ഒരു സൈഡ് കൊണ്ട് തീർത്തു. എന്നിട്ട് പെട്ടെന്ന് ഒരാൾ വന്നാല് ഇവിടുത്തെ ഒരാളാന്ന് വിചാരിക്കൂ. എടാ കൊത്തു നോക്കിയ നീ. ഓ നിക്കറിയാണോ താൻ? അതാണ്. ഓ എടാ ഇത് നോക്കിയ പ്രോ. നേച്ചറിലാടാ, പ്ലാസ്റ്റിക് ഇല്ലല്ലോ. സ്ട്രോ തരും, ഒരു സ്ട്രോ തരും. ഒരു നിമിഷം അറിയാണ്ട് അതിർത്തിയില്ലാതെ വിചാരിച്ചു അല്ലേ? സെമയാ കരിമ്പും തോട്ടത്തിൻ്റെ നടുക്കൂടെ നല്ലൊരു കരിമ്പ് നോക്കാൻ വേണ്ടിയതാ. ഇത് കൊള്ളാം. എടാ വാടാ. സെറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ തോട്ടം കരിമ്പിൻ്റെ. എന്നാ ഞങ്ങൾ ഇറങ്ങാം. ഇഷ്ടപ്പെട്ടില്ല എനിക്ക് കരിമ്പ് അല്ലേ? ഫ്രഷാണ്. രാമനാഥന് ഇതും വശമുണ്ടോ? ചെക്കൻ വീഡിയോ കണ്ടിട്ട് വന്നാ എല്ലാവരും മാറി മാറി കുറച്ച് പിടിച്ചോ, അതൊന്നും സംസാരിക്കില്ല. ഇത് ആക്ച്വലി രസമുണ്ട്. ഒരു മിനിറ്റ് ഇതാ പോന്നു. ഫ്രഷാ. അല്ല ഇതാ 2 ഡ്രൈവേഴ്സ് ആണ് ഇനി. വാവ് വാട്ട് എ ബ്യൂട്ടി. ഹൈവേൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടക്കാം. നമ്മൾ എപ്പോഴും ഡ്രൈവിംഗിലാണ്. ഇനി ഒരു 8 മണിക്കൂറും കൂടിയുണ്ട് യാത്ര. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേ കയറാൻ വേണ്ടി പോവാണ്. ഇപ്പൊ കയറും ഹൈ. അശ്വിൻ കാരണം ഫാസ്റ്റാഗ് നമുക്ക് കിട്ടി. അതാണ് നമ്മൾ എല്ലാവരോടും പറയേണ്ടത്, എടുത്തു പറയേണ്ട ഒരു കാര്യം അതാണ്. ഹമ്പുണ്ടോ വടക്ക് ഉറപ്പാ? ഗൈസ് നമസ്കാരം. ഏർലി മോർണിംഗ് ആയി. ഇന്ന് 10-ാം തീയതി അടാ, 15-ാം തീയതി 15-ാം തീയതി മോർണിംഗ് കേട്ടാ. ഹലോ നമസ്കാരം. ഗോപ്രം പിടിച്ച് ഓടുവോ? പിന്നെ കുരങ്ങന്റെ വ്ളോഗ് കണ്ടുവരും. നമ്മളിപ്പോ എല്ലോറ കേസിലെത്തി. നമ്മൾ നടന്ന് കയറിയത്. അധികം തിരക്കൊന്നുമില്ല, ഒരു മനുഷ്യനില്ല. ഇവിടെ മൊത്തം കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. ഏർലി മോർണിംഗ് നമ്മളിവിടെ എത്തി. 5:45 ഇവിടെ എത്തി. കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പോഴേക്കും ഇതൊന്ന് കൊട്ടിയിട്ട് പറഞ്ഞു ഇവിടെ അല്ല, അപ്പുറമാണ് പാർക്ക് ചെയ്യേണ്ടത്. ഇത് എൻട്രൻസ് ഇതല്ലേ? എൻട്രൻസ് ഗേറ്റ് ഇതല്ലേ? ആ അത് വഴി പോവാ. നമുക്ക് പേടിയില്ലാത്തോണ്ട്. ഓക്കെ ഇല്ല എന്നാ ഓക്കെ കാണിക്കൊന്നും വേണ്ട. ഓക്കെ ഓ യെസ് സക്സസ്ഫുള്ളി. പിന്നെ ഉള്ളിൽ കയറ്റി ക്യാമറ. നല്ല തണുപ്പുണ്ട് കേട്ടാ. ഞാൻ വെച്ച് കുറേ നടന്ന് പാറേൻ്റെ മുകളിലെല്ലാം പോകണമെന്ന്. പക്ഷേ അല്ല, അങ്ങനെയല്ല. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഞാൻ ആഗ്രഹിച്ച ലൊക്കേഷൻ. വലിയ സംഭവമല്ല അത്, പക്ഷേ ഇതിൻ്റെ ഒരു ആൻസർ നിങ്ങൾ തരണം. അത് പറയുന്നതിൻ്റെ പിന്നെ ആളില്ലാണ്ട് കിട്ടിയത് നല്ല കാര്യമായി. ഇല്ലില്ല അയ്യോ നന്നായില്ലേ? നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, ഫോട്ടോസ് എടുക്കാം. 2 എത്തുന്ന ഒരു സ്ഥലത്തേക്കാണ്. നമ്മൾ സ്ട്രിക്ട്ലി ബൈ ബുക്കാ. ഇതെങ്കിലും വൃത്തിയായിട്ട് സൂക്ഷിച്ചല്ല സന്തോഷം. വാ എന്നാലും ഇത് 2000 വർഷം മുന്നേ ഉണ്ടാക്കിയാന്ന് പറയുമ്പോ നമ്മളെന്താ ഉണ്ടാക്കുന്നത്? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? തണുപ്പുണ്ടേ. തണുത്ത് ചാവുക. മൂക്കിൽ തക്കാളി പോലെ ആയിട്ടുണ്ട്. ഇവിടെ നട ഓർക്കാനുണ്ടാ? എൻ്റെ ചെങ്ങായി ഇതെല്ലാം ഇതിനുള്ള
ചെങ്ങായി ഞാൻ ഈ ഒറ്റ സ്പോട്ടേ ഇല്ലു. ഇപ്പൊ നമ്മളിപ്പോ യു ആർ ഹിയർ എവിടെ? യു ആർ ഹിയർ. പിന്നെ ഇതെന്നാ ഗേറ്റിലേക്ക് കൂടെ കടന്നു വന്നു, നമ്മൾ ഇവിടെ എത്തി. കൈലാസ് കേവ്. വരുന്നൊക്കെ ഓരോ മരങ്ങളെല്ലാം കണ്ടില്ലേ? അതല്ല ഇവിടെ നമ്മളില്ല. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ കയറി നമ്മൾ ഇത് മൊത്തം എക്സ്പ്ലോർ ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ പോയി 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 പോയി. പക്ഷെ ഇതെല്ലാം കടകളാന്ന് തോന്നട്ടാ. നോക്ക് ഇവിടെ നമ്മളെ കണ്ടത് വേ ടു ഔറംഗാബാദ്. അവിടെ നമ്മൾ വന്നത്. വാ നോക്കി നോക്കി ചെയ്യാൻ നമുക്ക്. ഒറ്റ കല്ലില് മോളിന്ന് താഴേക്ക് വർക്ക് ചെയ്തെടുത്തൊരു സ്ട്രക്ചറായത്. മനസ്സിലായോ? ക്യാഷ് നോക്കിയില്ല അല്ലേ? എന്താ നീ വാങ്ങിയേ? മാഗ്നറ്റ്. ഓക്കെ. അഖിലാന്റും വേണം പോലെ ഇപ്പൊ. ആദ്യം വന്നപ്പോ ഓടിച്ചാ നെയ് അപ്പോ 2000 വർഷം മുന്നേ 2000 അല്ലേ അല്ലേ ഏകദേശം 2000. അപ്പോൾ 2000 വർഷം മുന്നേ ഒറ്റക്കല്ലിൽ മോളിന്ന് താഴേക്ക് കൊത്തി 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 പണിതെടുത്ത അമ്പലമാണ്. അമ്പലം നല്ല ഒരു കേവാണിത്. മനസ്സിലായോ? ഇതിന്റെ സ്ട്രക്ചർ ഫുള്ള് നോക്കി മൊത്തം. പിന്നെ 20,000 ടൺ ഇവിടുന്ന് തുരന്നെടുത്ത് എവിടെയോ കൊണ്ടുപോയി. അത് എവിടെയാന്ന് ഇതുവരെ ആരും കണ്ടുപിടിച്ചില്ല. എങ്ങോട്ടാ മാറ്റിയത്, എവിടെയാ മാറ്റിയത് ഒന്നും അറിയില്ല ആയിരിക്കും. അതുകൊണ്ട് അതിനെ ഭയങ്കര സ്പെഷ്യൽ ആക്കുന്നത്. മനസ്സിലായോ? അല്ല സാധാരണ ഇങ്ങനെ സാധനം ബിൽഡിംഗ് പോലെ പണിതിട്ടാന്ന് നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല. അതൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു. പിന്നെ കുറേ നേച്ചർ ഡിസാസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടും ഇതൊന്നും ഇതാക്കിയില്ല. ഇത് നിങ്ങൾ തീരുമാനിക്കുക വേഗം. നമ്മള് ബന്ധുക്കളുടെ ട്രിപ്പ് വരുന്നതിന്റെ ഇടയ്ക്ക് ഇവരെന്തിനാ വരുന്നത്? അത് ശരിയാ. എന്താ ചെയ്യാ? നമുക്ക് ഉള്ളിൽ കയറല്ലോ. ബാ. അതെ, അതുകൊണ്ട് മാത്രം ഇല്ലേ കൊളത്ത് പിടിച്ചിട്ട്. അതെ. വാവ് ബ്രോ, നോക്കടാ. എടാ നോക്കടാ, എന്റെ ചെങ്ങായി ചെറുക്കൽ സീറിന്റെ ഹനുമാനാ. എന്നാടാ ഇത്? ഏട്ടാ ഇതെന്തോ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായിട്ടേ? ആനന്റെ മൂക്ക് പോയത്. ആനയായിരുന്നു, ഇപ്പൊ മൂക്കില്ലാത്ത ആന. കൃത്യം എത്ര വർഷം മുന്നേ ഇല്ല നോക്കാൻ നമുക്ക്. 2326. അതിന് മുന്നേ 1800 2000 അങ്ങനെ എന്തോ കണ്ടത്. 1300 എവിടെയാവോ? 1400 to 1600. 2000 അല്ല. അപ്പൊ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നത് കറക്റ്റ് ആയിരിക്കണം. ഇടയിലാന്നുണ്ട് നീ പറയുന്നുണ്ട് ഇടക്കിടക്ക്. ഇടയില് പഴയ കല്ല് കൊണ്ട് ഉണ്ടാക്കി 2300 വർഷം കല്ല്. ഇതെങ്ങനെ മുകളിൽ താഴേക്ക് പണിതു? അതാണ് ചോദിച്ചിഹ്നം. ഇന്ന് തോടിയാ എല്ലാവരും തകർത്താട്ടാ. ഫോട്ടോ എടുക്കൂലടാ. ആദ്യം എൻജോയ് ചെയ്യും. ഇതിലെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ ഫോട്ടോ. ഞാൻ ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കട്ടെ. അത് പൊളിക്കും. ഏയ് ബാക്ക് പിടിക്കരുത്. ഇതൊക്കെ ബ്രോ, ഇത് നല്ലൊരു സ്പോട്ടാണ് ഫോട്ടോ എടുക്കാൻ. ഫോണ്ടാ എൻ്റെ ഫോണിൽ എടുത്ത് പിന്നെ അയച്ചു തരാനൊന്നും പറ്റുന്നില്ല. ബുദ്ധിമുട്ടാണ്. ഇല്ലടാ, ക്യൂട്ടാണ് നീ. നിക്ക് ഇത് നിക്കടാ. കിട്ടില്ല പോലത്തെ കിട്ടിയില്ലേ? ഫേസ്ബുക്ക് പ്രൊഫൈലൊക്കെ ആയില്ലേ? എടുക്ക് വാ. നിനക്ക് ഏത് ഇതാ വേണ്ട പറ. എസ്തറ്റിക് വേണ്ടേക്ക് അവരുള്ളിൽ കയറിപ്പെട്ടെ. അവര് ബാക്ക്ഗ്രൗണ്ടിൽ നിക്ക്. ആഞ്ജനേയ സ്വാമി. അടുക്കടാ, ഇത് അടിപൊളിയാ. പക്ഷെ നിനക്ക് ഈ ഒരു പോസ് മതിയാ? പോസാണ് നീ മാറ്റിക്കേ. സത്യം ഇത് തകർക്കാൻ വന്നവരെ പോലെ ഉണ്ട്. ഇതാ മതിയാ? അടുത്ത പോസ്. എന്റെ എടുക്ക്. ഇത് സംഭവം ഇതുണ്ടാ ഫുള്ള് തകർന്നിട്ട്. വാവ്, ഫുള്ള് ഇട്ട്. എന്റെ ചെങ്ങായി ഇത് എപ്പോഴാ? ഉദ്ദേശം മനസ്സിലായോ? ഇല്ല. ഇതാ
ഇത് മയില മയിലെണ്ണ ഇതാ ഫേസ് തമ്പാച്ചി മുത്തപ്പന അത്ഭുതം. ഇത് ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതെ വീരഗാനം. ഇവിടെ പാടുന്ന ഭയങ്കര ഗായകന്റെ ഒരു നീ എന്നാ എടുത്ത കാണിക്കല്ലേ വ്ളോഗിൽ കാണിക്കല്ലേ. ഓ വീരഗാനം വിതുമ്പി നിൽക്കും നിങ്ങളോട് കോപ്പി ഇതാണ് കണ്ട. ഓക്കെ ഇത്രയും നല്ല സ്ഥലം ഫുള്ള് പ്ലാസ്റ്റിക്. എടാ ഈ പോസ്റ്റിൽ എന്താ പ്രശ്നം എന്നറിയാം, ഈ വുഡ് ഇല്ലേ അത് വരാൻ പാടില്ല, അത് കുറച്ച് മോഡാണോ. നീ മെയിനായി നിനക്ക് ഞാൻ പറ്റിയൊരു പോസ് പറഞ്ഞിട്ടേ അശ്വനെ പറ പറ പറ. കാരണം തുമ്പിക്കൈ പൊട്ടിക്കാൻ എളുപ്പമാണ് അല്ലേ. ആ അശ്വനെ നീ ഇവിടെ ഞാൻ നിനക്ക് ഫോട്ടോ എടുത്ത് തരും. ഇവിടെ നില്ല്, നീ ഇങ്ങോട്ട് ഈ ഒരു ആംഗിള് എൻജോയ് ചെയ്യുന്ന പോലെ നോക്കി വെക്കണം. ഓക്കെ അതിലിട്ടാ ഇതൊന്ന് ഒരു ഫോട്ടോ കേട്ടോ. എടാ നോക്കടാ ഓക്കെ ഇതാ കത്തി ഇൻസ്റ്റ കത്തി മതി. എടാ ഈ സാധനം അത് നോക്കണം. ഇറങ്ങെടുത്താ മതി. ഫണ്ണെല്ലാം മാറ്റി വെക്ക്. ശരിക്കും സ്ഥലം കണ്ട് കില്ലടിയല്ലേ അതേട്ടാ. നമ്മള് തമാശക്ക് അത് പറയെങ്കിലും സംഭവം ഇപ്പം ഈ പിള്ളേര് ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, കലവലി ആകാൻ തുടങ്ങി. ആദ്യത്തെ ആ ഒരു കുറച്ച് നേരം നമുക്ക് കിട്ടി, ആൾക്കാരധികം ഒന്നും ഇല്ലാതെ. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇത്. പൊളിയാവും. ഭയങ്കര ഡോപ്പമീൻ കിട്ടുന്ന സ്ഥലമൊന്നുമല്ല, പക്ഷെ എന്നാലും ഭയങ്കര അത്ഭുതമാണിത്. അത്ഭുതം. ഇതിലെങ്ങനെയാണ് ഇത് നമ്മളെ മൈൻഡ് കൊണ്ട് ചിന്തിച്ചാൽ ഇതിന് ആൻസർ ഇല്ല. ഇത് എങ്ങനെയാണ് ഇത് ചെയ്തത്? ഇത് നോക്കി, ഇതൊക്കെ എത്ര വർഷമായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴത്തെ ഒരു ബിൽഡിങ് നോക്കുക ഇങ്ങനെ. എന്നാ ഫോട്ടോയാ സിനിമയാക്കിയാ സിനിമ എന്നടാ പണി വെച്ചിരിക്കാന്ന്. ഇതാ ഈ സ്ഥലം അല്ലേ? ഇതല്ല മൊത്തത്തിൽ അതെനിക്കറിയാം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചിന്തിക്കണത്. അതുപോലെ ഇപ്പൊ നമ്മൾ ചോദിച്ച ഇപ്പൊ പറഞ്ഞ കാര്യം ഇതിന്റെ അവശിഷ്ടം എവിടെ കൊണ്ടുപോയി, ആര് കൊണ്ടുപോയി, ഇങ്ങനെ പ്രിസൈസ് ആയിട്ട് ഒറ്റ കല്ലിൽ ഇത് മൊത്തം എങ്ങനെ കണക്ട് ചെയ്തു, അതിന്റെ പ്ലാൻ, അതിനുപയോഗിച്ച ടൂൾസ് അതെവിടെയായിരിക്കും, എത്ര മനുഷ്യന്മാർ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി അവിടെ പോയി ഒരു പിടിയില്ല. ഏലിയൻസ് ഞാൻ അങ്ങനെ പറയുന്നില്ല, നമുക്കറിയില്ല ആൻസർ. പിരമിഡ്സ് എങ്ങനെ ഉണ്ടാക്കി? ഇതെല്ലാം കുത്തിയത് തന്നെ. പക്ഷെ 1600 വർഷം മുന്നേ ഇങ്ങനെ കൊത്തുന്ന ടൂൾ വേണ്ടേ? അല്ല JCB ആണെന്നോ പറഞ്ഞില്ല, അങ്ങനെ വര വരുന്ന പറഞ്ഞ. എപ്പടാ എത്ര നാളെടുക്കും? 20 വർഷം പോരാ. അതെയോ? ഒന്നുമല്ല. ചരിത്രം പഠിക്കണം. എനിക്കറിയാം, ഞാൻ ChatGPT വെച്ചിട്ടാ കുറച്ച് പഠിച്ചത്. അതില്ല, അതിൽ ഈ കല്ലിന്റെ എല്ലാം കാര്യം പറഞ്ഞു. How was Ellora Caves built? अब ये 5 मेटल्स है, ये वाला कॉपर. ये पड़े coins आते हैं. The Shivan. नहीं ऐसा कुछ नहीं. 18. ये बुद्धन में ले रहे हैं. ബുധന 18 ला. ഗണപതി 1813 രാമൻ സീത. ഗൈസ് ആരുമില്ലാതെ നമ്മൾ നടന്ന് ഒരു ഇതെല്ലാം കണ്ടു. ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ്. നമ്മൾ അടുത്തൊരു സ്പോട്ട് ഏതാണെന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് പ്ലാനാക്കി നമ്മൾ അങ്ങോട്ട് വിടുന്നു. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഇന്നത്തെ ഫുള്ള് ഡ്രൈവിംഗ് പരിപാടിയെല്ലാം കിട്ടി, ഇന്നത്തെ ഇതും കിട്ടി. അടുത്ത പ്ലാനാക്കി അടുത്ത അടിപൊളി സ്ഥലങ്ങളിലാണെങ്കിൽ വേറൊരു വ്ളോഗ് വരും. അപ്പോൾ ഒന്നും പറയണ്ട, അടുത്ത വ്ളോഗിൽ കാണാം. ഓ അപ്പോൾ ഗൈസ് വേറെ നമുക്ക് പറയാനില്ല. ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ ചാനലിൻ്റെ ഭാഗമാവാം കേട്ടോ.
എന്നിട്ട് എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ പറയാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, വേറെ എന്നൊക്കെ പറയാം. എല്ലാം ഉഷാറായിട്ടിരിക്കുക, വൈബായിട്ടിരിക്കുക. അക്കാഡമീൻ്റെ പ്രൈസ് ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം. അതിന് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഒരു മന്തി കഴിക്കുന്ന പൈസക്ക് നിങ്ങൾക്ക് ലൈഫ് മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജോയിൻ നൗ വൈബ്സ് ഓൺ അക്കാഡമി. പീസ്. നാളെ കാണാം. പീസ്. ഓ ചൂടാവുന്നുണ്ടോ? ഓ പീസ്.